അപ്പോൾ കാണുമ്പം എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയൽ അല്ലേ? ഐഡിയൽ ഫാമിലി ആണെന്നത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ലല്ലോ. സാധിക്കത്തില്ല. പക്ഷെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിയാണെങ്കിൽ വീട്ടിൽ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോഴത്തേക്ക് പുള്ളി എല്ലാവർക്കും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നിൽക്കും, ഇപ്പം പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐഡിയൽ ആണെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കാണുമ്പം എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയൽ അല്ലേ? അങ്ങനെയല്ല പറയുന്നത്. അതേസമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇപ്പം അതിൽ രണ്ട് ഫാമിലിയിൽ ഓരോ കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കരയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയിൽ. അതാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഫാമിലി ഉണ്ട്. ലൈക്ക് നമ്മളൊരു സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ, സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി, സൊസൈറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമല്ല ഉള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ്. സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ്. ചിലർ ഡിവോഴ്സിലൂടെ പോകുന്നു, കഴിഞ്ഞവര്, അങ്ങനെയുള്ളവര്. മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ്. വളരെയധികം അവർക്ക് ഇതിന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലി കാരണം അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. സെക്ഷൽ അബ്യൂസ്, ഇതൊക്കെ എൻ്റെ ക്യാബിനിൽ വന്നിരുന്ന് 1-on-1 ഡിസ്കഷൻസ് നടത്താറുണ്ട്. സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ 1-on-1 ഡിസ്കഷൻ രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആസ് എ വുമൺ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ 150ഓളം വുമൺസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. യെസ്.